Assalamu alaikum warahmatullahi wabarakatuh. Namaskaram. Good morning friends. Garam Masalയുടെ വേറൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഹോളിഡേ റൂട്ടീൻ ആണ്. ഇവിടുത്തെ ഹോളിഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഇതിനു മുൻപ് ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ ഡെയിലി റൂട്ടീൻ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ സാധാരണ ദിവസങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിരിക്കും. എന്നാൽ ഹോളിഡേസ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ലേസി ആയിരിക്കും. ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ റിലീജിയസ് ക്ലാസ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ തന്നെ ഈവനിങ് ടീ ടൈം. ഈ സമയങ്ങളിലോട്ടെല്ലാമുള്ള പ്രിപ്പറേഷൻസ് ഇവയെല്ലാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയൊരു ഔട്ടിങ്ങും പർച്ചേസും എല്ലാം ഉണ്ട് ഈ വ്ളോഗിൽ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായൊന്ന് ടച്ച് ചെയ്തു പോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഹോളിഡേയ്സിൽ പ്രത്യേക ഒരു റൊട്ടീനൊന്നുമില്ല. ആകെയുള്ളതെന്ന് പറയുന്നത് റിലീജിയസ് ക്ലാസ് മാത്രമാണ്. ബാക്കിയെല്ലാം ആ സമയത്ത് എന്താണോ അതിനനുസരിച്ചാണ് ചെയ്യാറ്. ഒരിക്കലും പ്രിപ്പറേഷൻസ് ഒന്നും ഹോളിഡേയ്സിന് വേണ്ടി ചെയ്തു വെക്കാറില്ല. ഈ ഹോളിഡേയിൽ ഞങ്ങൾ ഔട്ടിംഗ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യണം, അതുപോലെ കുറച്ച് പർച്ചേസും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ കാണാൻ പോകുന്നെങ്കിൽ അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോളിഡേയിൽ ഒരിക്കലും ഞാൻ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാറില്ല. വീക്കെൻഡിൽ അധികവും പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വരാറ്. അപ്പോൾ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീക്കാറുണ്ട്. 5 മണിക്കെങ്കിലും മിനിമം എണീക്കാറുണ്ട്. അത് ഹോളിഡേ ആണെങ്കിലും അതല്ല സാധാരണ ദിവസമാണെങ്കിലും നേരത്തെ എണീക്കാറുണ്ട്. രാവിലത്തെ മോർണിംഗ് റൊട്ടീനും പ്രയറിന് ശേഷം ഞങ്ങൾക്കൊരു റിലീജിയസ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് പോവുകയാണ് ചെയ്യാറ്. 1 മണിക്കൂറിന്റെ ക്ലാസ്സേ ഉള്ളൂ. എല്ലാ ഫ്രൈഡേ ആണ് ക്ലാസ് ഉണ്ടാകാറ്. കഴിയുന്നത്ര ഫ്രൈഡേകളിൽ പോകാറുണ്ട്. ഒരിക്കലും അത് മിസ് ചെയ്യാറില്ല. അത്രയും നല്ല ക്ലാസ് ആണ്. അധികം ഒരുപാട് പേരൊന്നുള്ള ക്ലാസ് അല്ല, കുറച്ചു പേര് മാത്രമുള്ള ക്ലാസ് ആണിത്. മുസഫ ഷാബിയിലാണ് ക്ലാസ് നടക്കുന്നത്. ബാച്ചിലേഴ്സിനും ഫാമിലിക്കും ലേഡീസിനും എല്ലാം പ്രത്യേകം ക്ലാസ്സുകളുണ്ട്. ഞാൻ ഫാമിലി ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യാറ്. എനിക്ക് ലേഡീസ് ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. ഞാൻ ഫാമിലി ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യാറ്. നല്ല യൂസ്ഫുൾ ആണിത്. അതുപോലെ തന്നെ മൈൻഡ് റീഫ്രഷിംഗ് ആണ് ഈ ക്ലാസ്. കഴിയുന്നത്ര ഞാനിത് മിസ് ചെയ്യാറില്ല. ഇനി നൈറ്റിൽ ഒരുപാട് ലൈറ്റായി വന്നിട്ടാണ് എങ്കിലും ഈ ക്ലാസ്സിന് പോകാറുണ്ട്. വെറും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു. ഹോളിഡേ ആയിട്ട് പോലും ഒരുപാട് പേര് ജോഗിങ്ങിലും എക്സസൈസിലും എല്ലാം മുഴുകിയിരിക്കുകയാണ്. പ്രവാസികൾ കുറെ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞങ്ങൾ സാധാരണ നടക്കാൻ പോകാറുണ്ട്. ഫ്രൈഡേയിൽ അതിനൊന്നും സമയം കിട്ടാറില്ല. 7:15 ആയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് 10 മിനിറ്റിന്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. സൂര്യനെല്ലാം ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോഴും നല്ല വെളിച്ചൊന്നും വന്നിട്ടില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. സാധാരണ ഹോളിഡേയ്സിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാറ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇത്. അധികം ഉഴുന്നൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ദോശയാണ്. നല്ല ടേസ്റ്റുമാണ് ഇത്, നല്ല സോഫ്റ്റുമാണ്. ഈ ദോശ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിന് കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് ചട്നിയാണ്. ചുവന്ന മുളക് ചട്നിയാണിത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചുവന്ന മുളക് ചട്നിയാണ്. അതായത് ചെറിയ ഉള്ളിയെ ഫ്രൈ ചെയ്ത് ചേർത്ത ചട്നിയാണിത്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഈ ചട്നിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചട്നിയെ നമുക്ക് ദോശയുടെ കൂടെ മാത്രമല്ല സെർവ് ചെയ്യാവുന്നത്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും, ഒരു കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ റൈസിന്റെ കൂടെയും സെർവ് ചെയ്യാം. റൈസിന്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് മിൽക്ക് ടീ ആണ്. ഇത് 3 റെഡി ആയിട്ടുണ്ട്. ഇവയെല്ലാം ഡൈനിങ് ടേബിളിലോട്ട് മാറ്റാം. ഇതിനു മുൻപ് ഞാനൊരു ചായയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചായയാണ്. ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഒരു ചായയാണിത്. ശരിക്കും പാല് മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു ചായയാണിത്. ഏലക്കയെല്ലാം ചേർത്ത് നല്ല പാല് ഒരുപാട് സമയം തിളച്ചു വന്നിട്ടുള്ള ചായയാണ്. നല്ല ടേസ്റ്റാണിത്. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ, എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. നല്ല ടേസ്റ്റാണ് ആ ചായക്ക്. എല്ലാവരും ഒരു തവണയെങ്കിലും ആ ചായ ട്രൈ ചെയ്യണം. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശയും ചട്നിയും. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നല്ലൊരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആയിരിക്കും.
കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകിൽ ഉപ്മയായിരിക്കും അല്ലെങ്കിൽ ദോശയും ചട്നി ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഫ്രൈഡേ എന്ന് പറയുന്നത് പ്രവാസികളുടെ ഇടയിൽ ഉറങ്ങുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ബിരിയാണി ഡേയും കൂടിയാണ് ഫ്രൈഡേ. എൻ്റെ മോർണിംഗിൽ റിലീജിയസ് ക്ലാസ്സിന് ശേഷം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീഡിയോ റെഡി ആണ് എങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി വീഡിയോ റെഡി അല്ലെങ്കിൽ ആ ദിവസം അപ്ലോഡ് ചെയ്യാറില്ല. എന്നേക്കിനെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം ചാനലിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കും. പ്രത്യേകിച്ച് കമന്റ്സ് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യാറുണ്ട്. നേരത്തെ ക്ലാസ്സിന് പോയതുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങാറുണ്ട്. അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഈ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലേസി ഡേ ആണ്. അതായത് സാധാരണ ദിവസങ്ങളിലെ റൊട്ടീൻ ഒന്നുമല്ല ഫ്രൈഡേയുടെ റൊട്ടീൻ. ബ്രഷ് മാത്രമേ ചെയ്യാറുള്ളൂ, മോപ്പിംഗ് ഫ്രൈഡേ ചെയ്യാറില്ല ഞാൻ. അതുപോലെ തന്നെ ചില ഫ്രൈഡേകൾ മാത്രമേ ഞാൻ വാഷ് ചെയ്യുകയും ചെയ്യാറുള്ളൂ. ഇന്ന് വാഷ് ചെയ്യാനുണ്ട്. വാഷിംഗ് മെഷീനിൽ അങ്ങ് വെച്ചതിന് ശേഷം കിച്ചണിലെ വർക്കെല്ലാം ചെയ്യാറ്. ബാക്കിയുള്ള ദിവസം പോലെ തന്നെ ഞാൻ തലേ ദിവസം ഫ്രൈഡേക്ക് വേണ്ടി ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാറില്ല. കാരണം വീക്കെൻഡിൽ അധികം പുറത്തായിരിക്കും. അപ്പൊ അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അതുപോലെ സാധാരണ ബിരിയാണിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നത് ചെയ്യാറില്ല. ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ ചെയ്യാറ്. ഇനി ഷൂട്ടിംഗ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ റെസ്റ്റ് ടൈമാണ്. 10 മണിയാകുമ്പോഴേക്കും ഉറക്കം കഴിഞ്ഞ് എണീക്കും. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കും. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ബിരിയാണിയോ ഗീ റൈസോ. പ്രവാസികളുടെ ഒരു റൊട്ടീനാണത്. ആ റൊട്ടീൻ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യാറ്. ഇനി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. ഇന്നത്തെ എൻ്റെ ലഞ്ച് ഗീ റൈസ് ആണ്. ഗീ റൈസിന്റെ കൂടെ ബീഫ് വരട്ടിയതുണ്ട്. ഇത് കൂടാതെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടം ഫ്രൈ ചെയ്തതുണ്ട്. ഒരു പിക്കിളും റൈത്തയുണ്ട്. ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഗീ റൈസ്. ഗീ റൈസ് പല രീതിയിൽ തയ്യാറാക്കുന്നതിന്റെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രഷർ കുക്കർ ഉപയോഗിച്ചും അതുപോലെ തന്നെ റെഗുലർ പാൻ ഉപയോഗിച്ചും തയ്യാറാക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട്. ബസ്മതി റൈസ് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്നതും ജീരകശാല റൈസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയ ഗീ റൈസിന്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഗീ റൈസിന്. ഓരോ ഗീ റൈസും ഓരോ തരത്തിലായിരിക്കും ടേസ്റ്റ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവയുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ പപ്പടം കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടമാണ്. ഇവിടുന്ന് വാങ്ങിച്ച പപ്പടം അത്ര നന്നാകില്ല, ടേസ്റ്റ് കുറവായിരിക്കും. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നന്നായി പൊങ്ങി വരികയും ചെയ്യും. നാട്ടിൽ നിന്ന് 3-4 പാക്കറ്റ് പപ്പടം കൊണ്ടുവന്നിട്ട് അതിനെ പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഫ്രീസറിലാണ് വെക്കാറ്. ആവശ്യമുള്ള സമയത്ത് പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിനെ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. ആവശ്യമുള്ള എണ്ണം പപ്പടം മാത്രമേ എടുത്ത് ഫ്രൈ ചെയ്യാറുള്ളൂ. അല്ലാത്തതിനെ വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുകയാണ് ചെയ്യാറ്. ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പപ്പടം 3-4 മാസം വെക്കാറുണ്ട്. എപ്പോഴൊന്നും പപ്പടം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈം ഇരിക്കുന്നത്. നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ബീഫ് കറി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫിന് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കിയതിനു ശേഷം അതിലോട്ട് ബീഫ് ചേർക്കുക. ഇതിന്റെ കൂടെ ഞാൻ തയ്യാറാക്കുന്ന തോരൻ ക്യാബേജ് തോരനാണ്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന തോരനാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. ഒരു തവണ ഈ തോരൻ ഉണ്ടാക്കിയാൽ പിന്നെ സ്ഥിരമായിട്ട് ഇതേപോലെ തോരൻ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് ഈ ക്യാബേജ് തോരൻ. ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഞാൻ ലഞ്ച് ടൈമിലാണ് സെർവ് ചെയ്യുന്നത്. ഫുഡ് റെഡി ആയതിനു ശേഷം കിച്ചണും വീടും ക്ലീൻ ചെയ്യും. ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം കുളിക്കുകയാണ്. കുളിക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിലിൽ വിരിക്കണം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള പ്രെയർ ആണ്. പ്രെയറിന് ശേഷമാണ് ലഞ്ച്.
നമ്മുടെ ഗീ റൈസിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് എടുക്കാം. ഇതിന്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം സ്പ്രെഡ് ചെയ്യാം. ഇതിന് കൂടെ തന്നെ ബീഫും സാലഡും നാരങ്ങ അച്ചാറും പപ്പടവും തോരനും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ലഞ്ച് ടൈമാണ്. ഞാൻ നേരത്തെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. ഇനി കുറച്ച് സമയം ഉറങ്ങാറുണ്ട്. ചായയുടെ കൂടെ ഞാൻ സ്നാക്സ് സെർവ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഉറങ്ങാറില്ല, പെട്ടെന്ന് തന്നെ എണീക്കണം. പിന്നെ പകല് ഒരുപാട് സമയം ഉറങ്ങുന്നത് നല്ലതല്ല. ഇത് ഞാൻ ഈവനിങ്ങിൽ സെർവ് ചെയ്യുന്ന സ്നാക്ക് ഓംലെറ്റ് ബജിയാണ്. ഫ്രൈഡേയിൽ മാത്രമേ ഒരു ഈവനിങ് ടീ ടൈം ഉള്ളൂ. അതുപോലെ തന്നെ സ്നാക്ക് ഉണ്ടാക്കാറുള്ളത് ഫ്രൈഡേയിൽ മാത്രമേ ഉള്ളൂ. അതും പുറത്തെല്ലാം പോയതാണെങ്കിൽ ആ ഫ്രൈഡേ സ്നാക്ക് ഉണ്ടാക്കാറില്ല. ഇതിനു മുൻപ് ഞാൻ മുട്ട ബജിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട നിറച്ചതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള ബജികളുടെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. ഇതിനു വേണ്ടിയുള്ള ബാറ്റർ ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ ലഞ്ചിന് കൂടെ തന്നെ ബാറ്ററും റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ബജി നല്ല സോഫ്റ്റ് ആയി വരും. അതുപോലെ തന്നെ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ബാറ്റർ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വെജിറ്റബിൾസിനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് 1-2 മുട്ട കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട കൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. നല്ല കട്ടിയിൽ തന്നെ മുട്ടയെ ഒഴിക്കണം. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുക്കിയതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാറ്റർ എത്രത്തോളം നന്നാകുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഓംലെറ്റ് ബജിയുടെ ടേസ്റ്റ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ സെർവ് ചെയ്യുന്നത് ചായയാണ്. ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ചായ. കുറച്ച് സമയം തന്നെ എടുക്കും ഈ ചായ ഉണ്ടാക്കാൻ. ഈ ബജി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ചായക്ക് വേണ്ടി പാലെല്ലാം വെച്ചിട്ടുണ്ട്. ചായ ഇരുന്ന് നന്നായി തിളച്ചു വരുന്നുണ്ട്. നമ്മുടെ ബജി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബജി മാവാണിത്. ഇതിന് ഞാൻ ബാക്കിയുള്ള എണ്ണയിലോട്ട് അങ്ങനെ കോരി ഒഴിക്കുകയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് ക്രിസ്പി ആക്കി എടുക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് 1-2 ചെറിയുള്ളി മുറിച്ച് മിക്സ് ചെയ്തതിനു ശേഷം എണ്ണയിലോട്ട് ഇട്ടാലും മതി. അങ്ങനെയെങ്കിൽ ഉള്ളിവടയുടെ ഒരു ടേസ്റ്റ് വരും. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഓംലെറ്റ് ബജി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് ബജിയെ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് എടുക്കാം. ഈ ഓംലെറ്റ് ബജിയെ ഒരു ഡിപ്പിന്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇത് ബനാന സോസ് ആണ്. ടൊമാറ്റോ സോസ് എടുത്താലും മതി. ഫ്ലേവറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി ഡിപ്പ് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ചായയും നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിന്റെ മുകളിൽ പാടയെല്ലാം ഒന്ന് മാറ്റാം. അരിച്ചതിന് ശേഷം നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല ടേസ്റ്റുള്ള ചായയാണ്. നമ്മുടെ ലെഫ്റ്റ് ഓവർ സ്നാക്കാണ് ഇത്. ഈവനിങ്ങിലെ പ്രയറിന് ശേഷമാണ് ചായ കുടിക്കാറ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന എന്തെങ്കിലും ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാറ്. കാരണം ഹോളിഡേയിലേ ഉള്ളൂ ഞാനൊരു ചായ കുടിക്കാറ്. ഹസ്ബൻഡും ഉണ്ടായിരിക്കും. അപ്പൊ ചായ കുടിക്കുന്നതിന്റെ കൂടെ ഒരു സ്നാക്ക് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ടീ ടൈമിന് ശേഷം ചെറിയൊരു ക്ലീനിങ് എല്ലാം ഉണ്ട്. പാത്രം എല്ലാം കഴുകി വെക്കണം. അതിനുശേഷം ഔട്ടിംഗ് ആണ്. ഇടയ്ക്കൊന്ന് ഞാൻ എന്റെ കിച്ചൺ ഗാർഡനിലെല്ലാം പോയി നോക്കാറുണ്ട്. ഫ്രൈഡേയിൽ എന്റെ പ്ലാന്റ്സിനെ ഒന്നും കെയർ ചെയ്യാൻ സമയം കിട്ടാറില്ല. എന്നാലും പെട്ടെന്നൊന്ന് നനച്ചു കൊടുക്കാറുണ്ട്. എന്റെ ചെറിയ കിച്ചൺ ഗാർഡനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിങ് എല്ലാം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ വീഡിയോ കാണാം. ഈ വ്ളോഗിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ വാഷ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ടുള്ള ഡ്രസ്സ് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം ഒന്ന് മടക്കി വെക്കണം. ഇതുകൂടെ കഴിഞ്ഞ ഇന്നത്തെ ഔട്ടിംഗ് ആണ്. എന്റെ സാധാരണ ദിവസത്തെ റൊട്ടീൻ പോലെയല്ല ഫ്രൈഡേയിലെ റൊട്ടീൻ. ഫ്രൈഡേ കുറച്ച് ലേസി ഡേ ആയിരിക്കും. സാധാരണ ജോലികളൊന്നും അധികവും ചെയ്യാറില്ല. കാരണം പുറത്തു പോകാനും ഫ്രണ്ട്സിനെ കാണാനും എല്ലാം ഉള്ള ദിവസമാണ് ഫ്രൈഡേ.
അതുകൊണ്ട് തന്നെ ഒരു ഫ്രൈഡേയും ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് അറിയുന്ന കുറെ പേര് അങ്ങനെ ഫ്രൈഡേ ഒന്നും പുറത്തു പോകുകയൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. ഈ റൂമിൽ തന്നെ ചടഞ്ഞിരിക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് പുറത്തു പോവുകയും ഒന്ന് റിഫ്രഷ് ആയി വരികയൊക്കെ ചെയ്യുന്നത്. നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഔട്ടിംഗ് ആണ്. അധികം ഫ്രൈഡേയിലും ഞങ്ങൾ പുറത്തു പോകാറുണ്ട്. അധികം ഫ്രണ്ട്സിനെ കാണാനുണ്ടാകും. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഹോളിഡേയ്സും മിസ് ചെയ്യാറില്ല. ഒരു ഹോളിഡേയ്സും വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കാറില്ല. ചിലപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഔട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്യും. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ രാവിലെ നേരത്തെ തന്നെ പോകും, അല്ലെങ്കിൽ ടീ ടൈമിന് ശേഷമാണ് പോകാറ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെയും ഫാമിലിനെയും വിസിറ്റ് ചെയ്യാൻ പോകാൻ അബുദാബിയിലാണുള്ളത്. ഇവരുടെ ഫ്ലാറ്റിന്റെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട്. കുട്ടികളുടെ കൂടെ പാർക്കിലെല്ലാം ഒന്ന് പോയി. ഇവിടെ ഒരു ചെറിയ ഗ്രോസറി ഉണ്ട്, അവിടെയാണ് ഇപ്പോ. ഇപ്പൊ ഞങ്ങളുള്ളത് മസിയാദ് മാളിലാണ്. എറ്റിസലാത്തിന്റെ ഷോറൂമിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നൈറ്റിലെ പ്രയർ ടൈം ആയിട്ടുണ്ട്. പ്രയർ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പർച്ചേസ് കൂടെ മസിയാദ് മാളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഡിന്നറാണ്. ഇനി ഞങ്ങൾ പോകുന്നത് മുസഫ ഷാബിയിലെ ചെറിയൊരു റെസ്റ്റോറന്റിലോട്ടാണ്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ്, തമിഴ് റെസ്റ്റോറന്റ് ആണ് ഇത്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് ഡിന്നർ പുറത്തുനിന്നാക്കാന്ന് വെച്ചു. ലഞ്ചിന് കുറച്ച് ഹെവി തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റായി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റായി കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യാറ്. അധികം ഗീ റോസ്റ്റ് ആണ് കഴിക്കാറ്. എന്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ഗീ റോസ്റ്റ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തമിഴ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. എന്നാലും ഇവിടുത്തെ ഗീ റോസ്റ്റ് ആണ് എനിക്കിഷ്ടം. ഡബിൾ ക്രിസ്പി ആയിരിക്കും ഇത്. നമുക്ക് ആവശ്യാനുസരണം ക്രിസ്പി ആക്കി തരും. അതുപോലെ തന്നെ വലിയ റേറ്റ് ഒന്നുമില്ല. റെസ്റ്റോറന്റ് നല്ല നീറ്റാണ്. പിന്നെ ഫോർമാലിറ്റീസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിലിരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം. ഗീ റോസ്റ്റിലോട്ടുള്ള സൈഡ് ഡിഷ് എല്ലാം നല്ല ടേസ്റ്റുമാണ്. സ്ഥിരമൊന്നും വരാറില്ല. ഗീ റോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് കഴിക്കാറ്. വേറെ ഏത് റെസ്റ്റോറന്റ് പോയി കഴിച്ചാലും ഈ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. നല്ല വലിയ ഗീ റോസ്റ്റ് തന്നെയാണിത്. നല്ല ക്രിസ്പിയാണ്, എക്സ്ട്രാ ക്രിസ്പിയാണിത്. പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോഴും നല്ല റഷ് ആയിരിക്കും. ഒരുപാട് റഷ് ഒന്നും ഉണ്ടാവില്ല. ഇന്ത്യൻസ് അല്ലാത്തവരും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ തന്നെ നല്ല തമിഴ് ടച്ചുള്ള ഒരു ചായ കൂടെ കുടിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ക്യാഷ് കൗണ്ടർ ആണ്. കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി പർച്ചേസ് ചെയ്ത സാധനങ്ങളെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. പാലും വെജിറ്റബിൾസും എല്ലാം ഫ്രിഡ്ജിലോട്ട് വെക്കണം. ബാക്കി എല്ലാം ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. കുറച്ച് സമയം എടുക്കും. നാളേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സാധാരണ ഞാൻ ചെയ്തു വെക്കാറുണ്ട്. സാധാരണ ഫ്രൈഡേ എനിക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മയാണ്. ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ലഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി റൈസ് ആണ് ഉണ്ടാക്കാറ്. അതിന്റെ കൂടെ ഫിഷ് ഫ്രൈ കൂടെ ചെയ്യും. അങ്ങനെയെങ്കിൽ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തോരനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫിഷിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. വെറൈറ്റി റൈസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു ഐറ്റം ഇട്ട് മിക്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. അതെല്ലാം രാവിലത്തെ മൂഡിനനുസരിച്ച് ഉണ്ടാക്കാറ്. എന്തായാലും ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കാണിച്ചിട്ടുള്ള ഐറ്റംസിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.